ഹൈന്ദവ വിരുദ്ധത തുടർന്ന് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാർ. ബംഗ്ലാദേശിൽ ഇസ്കോൺ സന്യാസിയും ഹിന്ദു നേതാവുമായ ചിന്മയ് കൃഷ്ണ പ്രഭു അറസ്റ്റിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ്. ധാക്കയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ജമാഅത്ത് ഇസ്ലാമി ഭീഷണി മുടക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസിനെതിരെ നേരത്തെ ബംഗ്ലാദേശ് ഭരണകൂടം രാജ്യവിരുദ്ധ കേസ് ചുമത്തി. ഈ കേസിലാണ് ധാക്ക വിമാനത്താവളത്തിൽ നിന്ന് ബംഗ്ലാദേശ് പോലീസിന്റെ ഡിറ്റക്റ്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന വ്യക്തിത്വമാണ് ചിന്മയ കൃഷ്ണദാസ്. ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഇദ്ദേഹത്തിന് നിർണായക സ്വാധീനമുണ്ട്. അതിനാൽ ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒത്താശയോടെയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഉടൻ അടച്ചുപൂട്ടണമെന്ന് ജമാഅത്ത് ഭീകരർ അടുത്തിടെ ആക്രോശിച്ചിരുന്നു. നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ അറസ്റ്റ് എന്നത് ശ്രദ്ധേയമായി. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയെ ഷെയ്ഖ് ഹസീന സർക്കാർ ഓഗസ്റ്റിൽ നിരോധിച്ചിരുന്നു. എന്നാൽ ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് പലായനം ചെയ്ത ശേഷം ബംഗ്ലാദേശിൽ അധികാരമേറ്റെടുത്ത മുഹമ്മദ് യൂനിസ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം ഒഴിവാക്കി. ജനം, ഡൽഹി.